കോഴിക്കോട് ജയലക്ഷ്മിന്റെ വൻ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ റിപ്പോർട്ട് കൊടുക്കും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും അത്തരം ഒരു സംശയം ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിരന്തരം ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകും. 2023 ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന ജയലക്ഷ്മിയിൽ സമാനമായ ഭാഗത്ത് തന്നെ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഫയർ ഉദ്യോഗസ്ഥർ ഈ നിമിഷവും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഉണ്ടായ തീപിടുത്തം പിന്നീട് ഇങ്ങോട്ട് മണിക്കൂറുകൾ നീണ്ട ഒരു അശ്രാന്ത പരിശ്രമമായിരുന്നു ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ തീ അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. അതായത് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെയും അവിടെ പല ഭാഗങ്ങളിലും ചെറുതായി പുകയുയരുന്ന സാഹചര്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഫയർ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നുകൊണ്ട് തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. 20 ഫയർ എഞ്ചിനുകൾ ഒരേ സമയം എത്തിയാണ് ഇന്നലെ ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ജയലക്ഷ്മിയുടെ 2ാം നിലയിൽ നിന്ന് തുടങ്ങിയ തീപിടുത്തം പിന്നീട് 3ാം നിലയിലേക്കും 4ാം നിലയിലേക്കും പടർന്നു പിടിക്കുന്നു. ആദ്യം അണയ്ക്കാൻ കഴിഞ്ഞത് 4ാം നിലയിലെ തീപിടുത്തമാണ്. അത് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ആദ്യം 4ാം നിലയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞു, പിന്നീട് അത് 3ാം നിലയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞു, ഏറ്റവും ഒടുവിൽ 2ാം നിലയിൽ. അങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു അത്. മണിക്കൂറുകൾ എടുത്ത ഒരു ദൗത്യമായിരുന്നു. വളരെയധികം സമയം ഫയർഫോഴ്സിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും വളരെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ ഈ ഒരു അപകടത്തിൽ നിന്ന്, ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇന്നലെ ഇതിന്റെ ഉടമ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഇതൊരു ഓഫ് സീസൺ ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ രീതിയിൽ ആശ്വാസകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എസ്കൈൻ നമുക്കിപ്പോൾ ഇവിടെ താഴെ കാണുമ്പോൾ ഈ ഇതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എത്ര വലിയൊരു നാശനഷ്ടമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഈ റംസാൻ വിപണിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോക്കുകൾ ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റംസാൻ വിപണി മലബാറിലെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാടധികം വസ്ത്രങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. അതൊക്കെ പൂർണ്ണമായി കത്തി നശിച്ച് ചാരമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക്, അതായത് 1 or 2 പേർക്ക് മാത്രമേ ഇതിലൊരു നേരിയ പരിക്കെങ്കിലും ഏറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ മുഴുവൻ പേരെയും ഇവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെ മുഴുവൻ പേരെയും പുറത്തെത്തിച്ച ശേഷമാണ് ഫയർഫോഴ്സിന്റെ സംഘം, ഇതിന്റെ ഫയർ ഫൈറ്റേഴ്സ് ഇതിന്റെ അകത്തേക്ക് അടക്കം പ്രവേശിച്ച് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്നിപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ ഈ വിഷയത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കൈമാറും. അതിൽ ഇപ്പോൾ അവരുടെ നിഗമനം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാകാൻ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് ഈ ജയലക്ഷ്മിക്കുള്ളിൽ വളരെ വിശദമായ CCTV ക്യാമറകളുണ്ട്. ഇത് പരിശോധിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ഒരു